വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിയാതെ മറ്റൊരു വഴിക്ക് ബൈക്ക് തിരിയുന്നത് കണ്ട് അളകയ്ക്ക് പരിഭ്രമമായി. ഇതെങ്ങോട്ടാതി? കുറച്ചു നേരം പാർക്കിൽ ഇരുന്നിട്ട് പോകാം. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാൻ? ദേ കളിക്കല്ലേ ആദി, നീ ബൈക്ക് തിരിച്ചേ, എനിക്ക് വീട്ടിൽ പോകണം. നീ അടങ്ങിയിരിക്കല്ലേ? ഇന്ന് നേരത്തെയല്ലേ നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്? ഒരമണിക്കൂർ, അതിനുള്ളിൽ ഞാൻ നിന്നെ വീട്ടിലെത്തിക്കാം. ആദി, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഇവിടെ ഇറക്കിക്കോ, ഞാൻ വല്ല ഓട്ടോയ്ക്കും കൈ കാണിച്ച് പൊക്കോളാം. നീ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് നിർത്തി അതിൽ കയറി വീട്ടിലെത്തുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം. അതുമാത്രമല്ല, ഒന്നുമില്ലെങ്കിലും ഒരു ദിവസം ഫുള്ളും ഞാൻ നിന്റെ അച്ഛന് കാവലിരുന്നതല്ലേ, ആ പരിഗണനയെങ്കിലും തന്ന് നീ എന്നെ കേൾക്കാൻ തയ്യാറാവും. പിന്നെ അളക ഒന്നും പറഞ്ഞില്ല. അവൻ പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് നിർത്തി അവളുമായി പാർക്കിന്റെ ഉള്ളിലേക്ക് നടന്നു. ഭംഗിയായി വെട്ടി നിർത്തിയ ബുഷിന്റെ അടുത്തുള്ള സിമന്റ് ബെഞ്ചിൽ ആദിയിരുന്നു. തൊട്ടടുത്തായി അളകയും. നേരെ ഓപ്പോസിറ്റായി സിമന്റ് ബെഞ്ചിൽ രണ്ട് കമിതാക്കളാണെന്ന് തോന്നുന്നു ഇരിക്കുന്നത്. അവർ പരിസരം പോലും മറന്ന് ഓരോ ചേഷ്ടകളിൽ മുഴുകിയിരിക്കുകയാണ്. ഛേ, ഇവറ്റകൾക്കൊന്നും നാണവുമില്ലേ? അളക മുഖം തിരിച്ചു കളഞ്ഞു. എന്നാൽ അതെല്ലാം കാണവേ ആദിയുടെ ചുണ്ടിൽ ഒരു നനുത്ത പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിയോടെ തന്നെ അവൻ അളകയുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ മുഖം തിരിച്ചിരിക്കുന്നതിനാൽ ആദിയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ ഭംഗിയൊന്നും അളക കണ്ടതേയില്ല. അല്ലി, മെല്ലെ വിളിച്ചുകൊണ്ടവൻ സിമന്റ് ബെഞ്ചിൽ വെച്ച അവളുടെ ഇടത് കൈപ്പത്തിക്ക് മേലെ തന്റെ വലത് കൈത്തലം അമർത്തി. ഞെട്ടിയെന്നപ്പോൾ അളക ആദിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണിലെ പതർച്ച വകവയ്ക്കാതെ അവൻ ആ കൈത്തലമെടുത്ത് തന്റെ മടിയിലേക്ക് വെച്ച് ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചു. അളക കൈവലിക്കാതെ അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അല്ലി, അവളവന്റെ മിഴികളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവിടെ അളക കണ്ടത് തനിക്ക് അത്രമേൽ പരിചിതനായ ആദിയെ ആയിരുന്നില്ല. എന്നാൽ ആ കണ്ണുകളിൽ അപ്പോൾ നിറഞ്ഞു നിന്ന ഭാവം എന്താണെന്നും അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആദി, നീ എന്തിനാ ഇങ്ങനെ വികാരാധീനനാവുന്നത്? നിനക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു നിമിഷം അവൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി. കണ്ണിൽ മുഴുവൻ പ്രണയം നിറച്ചു വെച്ചപ്പോൾ അവൾക്ക് തോന്നിയത് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന്. ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരിൽ ഈ ഭാവമാണോ കണ്ണുകളിൽ തെളിയുക? അപ്പോൾ പ്രണയത്തിന്റെ ഭാവം എന്താണ്? ആദി, നീയൊന്നും പറഞ്ഞില്ല. എന്റെ കണ്ണുകളിൽ നോക്കിയപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ നീ അവിടെ കണ്ടത്? പിന്നെ എന്താ? അല്ലി, ഞാൻ നിനക്ക് മുന്നിൽ തുറക്കുന്നത് എന്റെ മനസ്സാണ്. അവിടെ വർഷങ്ങളായി കാത്തുവച്ചൊരു പ്രണയമുണ്ട്. കാള വാല് പൊക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി നിനക്ക് എന്തോ ജലസ് കയറിയിട്ടുണ്ടെന്ന്. ഇതിലൊന്നും ഇക്കാലത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാതെ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമെന്ന് കരുതിയാണെങ്കിൽ ഞാൻ പറയാം അവരോട്. അതാരാണെന്ന് കൂടി അറിയണം നീ. തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി മൃദുവായി ചിരിച്ചു ആദിത്യൻ. അത് മറ്റാരുമല്ല അല്ലി, ഞാൻ പ്രണയിക്കുന്നവൾ അത് നീയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ ഇഷ്ടമല്ല അത്. നിന്നെ ആദ്യമായി കണ്ട അന്നു മുതൽ ഉള്ളിന്റെ ഉള്ളിൽ കയറിക്കൂടിയ ഇഷ്ട. ഹൃദയത്തിൽ ഉറച്ചു പോയ ഒരിഷ്ടം, കുളിർ തെന്നൽ പോലെയുള്ള ഒരിഷ്ടം. അളക ആദിയുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. അവന്റെ മടിയിൽ ഇരിക്കുന്ന തന്റെ കൈ പിൻവലിച്ചതുമില്ല. അല്ലി, പ്രണയം തുളുമ്പുന്ന വിളി തന്നെയാണ് ആദി വിളിച്ചത്. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മനോഹരമായി ചിരിച്ചു. ആദിക്ക് ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അല്ലി, എനിക്ക് നീയില്ലാതെ വയ്യടി. നിന്നെക്കുറിച്ച് സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എനിക്കില്ല. നീ എന്നെ മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലാക്കി. ഇനി വാ, നമുക്ക് പോകാം. അല്ലി, നീ മറുപടിയൊന്നും. ആദി പ്ലീസ്, എൻ്റെ അച്ഛൻ വീട്ടിൽ തനിച്ച. നിനക്കുള്ള മറുപടി ഞാൻ ബൈക്കിലിരുന്ന് തരാം, അതുപോലെ? മനസ്സില്ലാ മനസ്സോടെ അവനൊന്ന് മൂളി. തിരിച്ചുള്ള യാത്രയിൽ അല്പനേരം മൗനമായിരുന്നു അളക. പിന്നെ പതിയെ ആദിയെ വിളിച്ചു. ആദി, എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും വ്യത്യാസം നിനക്ക് തോന്നിയിരുന്നോ? എന്താ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ അന്നും നിന്നോട് ഒരുപോലെയല്ലേ പെരുമാറിയിരുന്നേ? അതിന് ആദി മറുപടി പറഞ്ഞില്ല. ആദി, ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിയുന്നതുവരെ അവൾ ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് അവൾക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ അവരോടൊത്തായിരിക്കും, അല്ലേ? അത്രയ്ക്കും സ്നേഹത്തോടെ കഴിയുന്ന അവർക്ക് എന്നെങ്കിലും പരസ്പരം പ്രണയിക്കാം എന്ന് തോന്നാറുണ്ടോ? ഇനി അഥവാ ആ സഹോദരിയെ കല്യാണം കഴിക്കാൻ ആരും വന്നില്ലെന്നിരിക്കട്ടെ, ഞാൻ അവൾക്കൊരു ജീവിതം കൊടുക്കാമെന്ന് ആ സഹോദരൻ ജീവിതത്തിൽ എന്നെങ്കിലും വിചാരിക്കുമോ? അല്ലി, നാം രണ്ടുപേരും സഹോദരനല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കരുതേണ്ടി വരുന്നില്ലല്ലോ. അത് നിനക്ക്. ഞാൻ നിന്നെ കണ്ടത് എൻ്റെ കൂടപ്പുറപ്പായിട്ടാ. എനിക്കൊരിക്കലും മാറ്റി ചിന്തിക്കാൻ കഴിയില്ല. നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയാൽ എൻ്റെ മനസ്സറിയാവുന്ന നീ അതൊരിക്കലും എന്നോട് തുറന്ന് പറയില്ലായിരുന്നു. ഇനി ഒരിക്കൽ കൂടി എന്നോട് ഇതുപോലെ നീ സംസാരിച്ച നീയുമായുള്ള ബന്ധം അന്നത്തോടെ നിർത്തും ഞാൻ. അല്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ തന്നെയാണ് അളക അത്രയും പറഞ്ഞത്. നിനക്ക് വേറെ ആരോടെങ്കിലും പ്രണയമുണ്ടോ അല്ലി? നിനക്കെന്താണാതി? പ്രണയിച്ചില്ലെങ്കിൽ, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ലേ? എൻ്റെ മനസ്സിൽ പ്രണയവുമില്ല, വിവാഹവുമില്ല. എൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ മാത്രം മതി എനിക്ക്. എൻ്റെ അച്ഛന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്.
വീടിന് മുന്നിലെത്തി ബൈക്ക് നിർത്തിയതും അളക ചാടിയിറങ്ങി. അകത്തേക്ക് പോകാൻ നിന്ന അളകയോട് ആദി പറഞ്ഞു. അല്ലി. പടിപ്പുര കടന്നു പോകാൻ നിന്ന അളക ഒരു നിമിഷം തിരിഞ്ഞു നിന്നു. എന്റെ മനസ്സിൽ അന്നും ഇന്നും ഇനി എന്നും ഒരു പെണ്ണേ ഉള്ളൂ. അളകനന്ദ എന്ന എന്റെ അല്ലിയാണത്. ഞാൻ കാത്തിരിക്കും നിന്റെ മനസ്സ് മാറുന്ന ആ നല്ല നാളിന് വേണ്ടി. പിന്നിൽ ബൈക്ക് അകന്നു പോകുന്ന ശബ്ദം കേട്ടിട്ടും ഒന്നും മിണ്ടാനാകാതെ നിന്നു അളക. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ അച്ഛൻ്റെ അടുത്ത് കിടക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. അല്ലേ മോളെ, അച്ഛന് മോളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണച്ഛാ? അച്ഛൻ്റെ കണ്ണടയുന്നതിന് മുമ്പേ സുരക്ഷിതമായ കൈകളിൽ നിന്നെ ഏൽപ്പിക്കണമെന്നുണ്ട്. അതുകൊണ്ടാവും ഇങ്ങനെ ഒരു ആലോചന വന്നത്. എല്ലാം എൻ്റെ കുട്ടിയുടെ ഭാഗ്യം. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാൻ മാത്രം ഒന്നുമില്ല അല്ലേ മോളെ. അഡ്വക്കേറ്റ് പാർത്ഥസാരഥി ഇന്നെന്നെ കാണാൻ വന്നിരുന്നു. അയാളുടെ മകന് വേണ്ടി എൻ്റെ അല്ലിയെ പെണ്ണ് ചോദിക്കാൻ. കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ? ഇന്ന് ചൊവ്വയല്ലേ, ഇനി വരുന്ന ഞായർ, അന്ന് നടത്താം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതെന്തു മറിമായം എന്ന കണക്കിൽ അളക അച്ഛനെ നോക്കിക്കിടന്നു. അച്ഛാ, ഇതെന്താ അറവുമാട് കച്ചവടോ? മിനിമം എൻ്റെ കല്യാണം തീരുമാനിക്കുമ്പോൾ ഞാൻ അറിയണ്ടേ? എൻ്റെ പാർട്ണറെ എനിക്ക് കാണണ്ടേ? ഞാനും അയാളും തമ്മിൽ ഒത്തുപോകുമോ എന്നറിയണ്ടേ? കുഞ്ഞുനാളിൽ ഉണ്ണിച്ചോറ് വെച്ച് കളിക്കുമ്പോൾ കല്യാണം കഴിക്കുന്ന പോലെ അല്ല ഇതെന്ന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള അച്ഛനറിയില്ലേ? ആദ്യം അയാൾ വന്ന് കാണട്ടെ, എന്നിട്ടാവാം കല്യാണം തീരുമാനിക്കുന്നത്. അതിന് അയാൾ നാട്ടിലില്ല മോളെ, ജർമ്മനിയിലാണ് ജോലി. ഞായറാഴ്ച കാലത്തേ എത്തൂ. എങ്കിൽ ഞായറാഴ്ച എത്തട്ടെ, അതിനുശേഷം ആവാലോ കല്യാണം തീരുമാനിക്കുന്നത്. മോളെ, നിന്നോട് ചോദിക്കാതെയാണ് ഞാൻ വക്കീലിന് വാക്ക് കൊടുത്തത്. എൻ്റെ മോൾ അച്ഛനെ ധിക്കരിക്കില്ല എന്ന ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് അച്ഛൻ അയാൾക്ക് വാക്ക് കൊടുത്തത്. അച്ഛനെ നാണം കെടുത്തരുത്. അയാൾ ഒരു അപേക്ഷ പോലെ പറഞ്ഞു. എനിക്ക് അയാളെ കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതാണോ അച്ഛാ എൻ്റെ ജീവിതം? എനിക്കുമില്ലേ മോഹങ്ങളും സങ്കല്പങ്ങളും? എന്നോട് ചോദിക്കാതെ അച്ഛൻ അയാൾക്ക് വാക്ക് കൊടുത്തത് തെറ്റായിപ്പോയി. സങ്കടം കൊണ്ട് നെഞ്ചു വിങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. അല്ലി മോളെ, അച്ഛനിനി ആയുസ്സില്ലെന്ന അച്ഛൻ്റെ മനസ്സ് പറയുന്നത്. നിന്നെ തനിച്ചിവിടെ ഇട്ടിട്ട് പോയാൽ അച്ഛൻ്റെ ആത്മാവിന് ഗതി പിടിക്കില്ല കുഞ്ഞെ. നിന്നെ ഒരുത്തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചാൽ എനിക്ക് ആശ്വാസത്തോടെ കണ്ണടയ്ക്കാലോ. ഒന്നും അറിയാത്ത ഒരുത്തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണോ അച്ഛാ അച്ഛന് ആശ്വാസം കണ്ടെത്തേണ്ടത്? ഇതെൻ്റെ ജീവിതമല്ലേ അച്ഛാ, എന്തിനാ എങ്ങനെയാ തിരക്ക് കൂട്ടണേ? അവൾ എഴുന്നേറ്റ് ചുവരിൽ ചാരിയിരുന്നു. അയാളും പതിയെ എഴുന്നേറ്റു. അല്ലേ, ഈ കല്യാണം അച്ഛൻ വാക്ക് കൊടുത്തതാ. ഇത് നടന്നില്ലെങ്കിൽ അച്ഛൻ ഇല്ലെന്ന് കൂട്ടിക്കോ. അച്ഛൻ മരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ അതേ ഇരിപ്പിരുന്നു. അന്ന് 12 മണി കഴിഞ്ഞു. ആയുഷും വേണുവും ഓഫീസിൽ നിന്നും റൂമിലെത്താൻ. കുളിച്ച് ഭക്ഷണം കഴിച്ച് രണ്ടുപേരും സോഫയിൽ വന്നിരുന്നു. ആയുഷ് മടിയിൽ തുറന്നു വെച്ച ലാപ്പിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വേണു ഫോൺ ഓൺ ചെയ്ത് എന്തൊക്കെയോ റീൽ കാണുന്നുണ്ട്. അതിനിടയിലാണ് വാട്സാപ്പിൽ വന്നു കിടക്കുന്ന അളകയുടെ മെസ്സേജ് വേണു കാണുന്നത്. അലി എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, നോക്കട്ടെ. വേണു വാട്സാപ്പിലെ അളകയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. വേണു ഏട്ടാ, തിരക്കില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുമോ? ആയുഷ് ലാപ്പിൽ നിന്ന് മുഖമുയർത്തി വേണുവിനെ നോക്കി. വേണു വേഗം അലിയുടെ ഫോണിലേക്ക് കോൾ ചെയ്യാൻ നമ്പർ എടുത്തു. ഇപ്പോൾ സമയം എത്രയായി വേണു ഏട്ടാ? 12:30 കഴിഞ്ഞു. നാട്ടിലിപ്പോൾ എത്രയായിട്ടുണ്ടാകും? 2 മണി കഴിഞ്ഞു കാണും. ആണല്ലോ, എങ്കിൽ പിന്നെ നാളെ വിളിക്കാം. ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക്. ആയുഷ് ദേഷ്യത്തോടെ പറഞ്ഞ് വീണ്ടും ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. കണ്ടപ്പോൾ വിളിച്ചില്ലെന്ന് തോന്നില്ലേ അച്ചു? ജസ്റ്റ് ഒന്ന് വിളിക്കാം, എടുത്തില്ലേൽ നേരം വെളുത്തിട്ട് വിളിക്കാം. ആയുഷ് അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. വേണു കോൾ ചെയ്ത് ഫസ്റ്റ് റിങ് അടിച്ച ഉടനെ അളക കോൾ എടുത്തു. ഇതെന്താ അല്ലി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ വേണുവേട്ടൻ വിളിക്കുന്നതും കാത്തിരിക്കായിരുന്നു. വേണു ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ഫോൺ സ്പീക്കറിൽ ഇട്ടതുകൊണ്ട് അളക പറയുന്നത് ആയുഷിനും കേൾക്കാമായിരുന്നു. എന്തോ അത്യാവശ്യ കാര്യമാണല്ലോ അല്ലി, അല്ലാതെ ഈ പാതിരാത്രിയിൽ നീ എൻ്റെ വിളിക്കായി കാത്തിരിക്കില്ല. എന്താ മോളെ കാര്യം? കാര്യം പറയാം. സാർ എവിടെ? ആര്, അച്ചുവോ? ആ, അച്ചു ഇന്ന് നേരത്തെ കിടന്നു. ഞാൻ വെറുതെ താഴെ പോയി ഇരിക്കായിരുന്നു, ഫോൺ കൊണ്ടുപോയില്ല. വേണുവേട്ടൻ റൂമിന് പുറത്തിറങ്ങി നിൽക്കുമോ? അതെന്തിനാ? ഉറങ്ങുന്ന സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാ. ആ, അത് ശരിയാ, ഞാനിപ്പോൾ ഇറങ്ങാം. എന്നിട്ട് എഴുന്നേറ്റ് പോയി ഡോർ തുറന്നടച്ചു. എന്നിട്ട് സോഫയിൽ ഇരുന്നിടത്ത് തന്നെ വന്നിരുന്നു. ആയുഷ് വേണുവിനെ ഒന്ന് ഇരുത്തി നോക്കി. എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ എന്ന അർത്ഥത്തിൽ മുഖമിളക്കി കാണിച്ചു വേണു. അല്ലി, ഞാനിപ്പോൾ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി വരാന്തയിലാണ് നിൽക്കുന്നത്. ഇനി പറയ്, എന്താ കാര്യം? വേണുവേട്ടാ, ഞാനിപ്പോൾ ആകെ ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുക. എന്ത് സങ്കടം? ഇവിടെ അച്ഛൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. കല്യാണോ? അതിന് അനിരുദ്ധൻ എഴുന്നേൽക്കാൻ 3 മാസം പിടിക്കില്ലേ? അനിയേട്ടനുമായിട്ടല്ല. പിന്നെ?
ഇന്നലെ ഞാനൊരു വക്കീലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അയാളുടെ മകനുമായി. വേണു ഞെട്ടലിൽ ആയുഷിനെ നോക്കി. അവനും വേണുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആയുഷിൻ്റെ കണ്ണുകളിൽ അഗ്നി ആളുന്നത് വേണുവിനെ കാണാമായിരുന്നു. അയാളുടെ മകനെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാൻ അയാളെ ഞാൻ കണ്ടിട്ടില്ല. നാട്ടിൽ ഇല്ലത്രേ, ജർമ്മനിയിലാണെന്ന്. വേണു വീണ്ടും ആയുഷിനെ നോക്കി. കാണാതെയാണോ കല്യാണം ഉറപ്പിക്കുന്നത്? അയാളോട് നാട്ടിലേക്ക് വരാൻ പറ. അതിനുശേഷം കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം എന്ന് അച്ഛനോട് പറയൂ. ഞാൻ അതെല്ലാം പറഞ്ഞു. അച്ഛൻ അനുസരിക്കുന്നില്ല. ഒരേ വാശിയാ. ഈ ഞായറാഴ്ച കല്യാണം നടത്തുമെന്നാ പറയുന്നത്. ഈ ഞായറാഴ്ചയോ? നിന്റെ വീട്ടുകാർക്ക് മൊത്തത്തിൽ വട്ടാണോ അല്ലി? കഴിഞ്ഞ ഞായറാഴ്ചയാണ് അനിരുദ്ധനുമായി കല്യാണം തീരുമാനിച്ചിരുന്നത്. ആഴ്ച തോറും ചെക്കന്മാരെ മാറ്റി കളിക്കുകയാണോ? കഴിഞ്ഞ ദിവസം ചെറിയച്ഛനുമായി എനിക്ക് മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. തേങ്ങയുടെ പ്രശ്നത്തിൽ. വേണുവേട്ടൻ തന്ന ധൈര്യത്തിലാ ഞാൻ അത്രയും പറഞ്ഞത്. അതിന് ചെറിയച്ഛൻ എന്നെ വെല്ലുവിളിച്ചു. 10 ദിവസത്തിനുള്ളിൽ അനാഥയെപ്പോലെ എന്നെ തെരുവിലേക്ക് ഇറക്കി വിടുമെന്ന് പറഞ്ഞ്. അതിനുശേഷം തുടങ്ങിയതാ അച്ഛൻ്റെ പേടി. അച്ഛനെന്തോ ആപത്ത് വരാൻ പോവുകയാണെന്നും പറഞ്ഞ് ആദ്യയിടത്ത് നടക്കുകയാണിപ്പോൾ. അച്ഛനെന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എന്നെ ആരുടെയെങ്കിലും കൈകളിൽ ഏൽപ്പിക്കണം എന്ന ചിന്തയാണിപ്പോൾ. അല്ലി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം മാത്രമേ പറയാവൂ. വേണുവേട്ടൻ ചോദിക്ക്. ഞാൻ കള്ളം പറയാറില്ല. അല്ലിക്ക് വേറെ ആരെയെങ്കിലും ഇഷ്ടമാണോ? എന്നുവച്ചാൽ അല്ലിക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടോ എന്ന്. അതെന്താ വേണുവേട്ടൻ അങ്ങനെ ചോദിക്കാൻ? അച്ഛൻ പറയുന്ന കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. അല്ലി അതിന് മറുപടി പറ. എനിക്ക് ആരോടും പ്രണയമൊന്നുമില്ല വേണുവേട്ട. ഒന്നാമത് ആരെങ്കിലും പ്രണയിക്കാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാൻ. അമ്മ മരിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ അച്ഛനെക്കുറിച്ചുള്ള ആകുലതകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദിത്യനോ? അവനെ നിനക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ലേ? അതുകൊണ്ടല്ലേ അല്ലി ഈ കല്യാണത്തിന് സമ്മതിക്കാത്തത്? അപ്പുറത്ത് അല്പസമയം മറുപടി ഉണ്ടായില്ല. ആ മറുപടിക്ക് കാതോർത്ത് ആയുഷും ഇരിക്കുന്നുണ്ടായിരുന്നു. അല്ലി എന്താ മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ല. അപ്പോൾ പിന്നെ മറുപടി പറയാൻ താമസം എന്താ? അതിനർത്ഥം എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്നല്ലേ? ആദിയെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ് മറുപടി പറയാൻ താമസിച്ചത്. അത് പക്ഷേ അവനോടുള്ള പ്രണയം കൊണ്ടല്ല. ഇന്നവൻ എന്നോട് പ്രണയം തുറന്നു പറഞ്ഞത് ഓർത്തതുകൊണ്ടാ. മനസ്സിലായില്ല? അതിന് മറുപടിയായി അളകയിന്ന് ആദിയുമായി ഉണ്ടായ സംസാരം മുഴുവൻ വേണുവിനോട് പറഞ്ഞു. അപ്പോൾ അല്ലിക്ക് ആദിയോട് പ്രണയമില്ല. ഞാൻ ആദ്യം മുതൽക്കേ അവനെ കണ്ടത് എൻ്റെ സഹോദരനായിട്ടാ. പ്രായം ഞങ്ങൾക്കൊന്നാണെങ്കിലും എൻ്റെ മനസ്സിൽ അവൻ എന്നേക്കാൾ പ്രായം കുറവായിരുന്നു. ഒരു അനിയനോടുള്ള വാത്സല്യമാണ് എനിക്കവനെ കാണുമ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരുവനെ എനിക്കെങ്ങനെ പ്രണയിക്കാൻ കഴിയും? ഇനി ഇതും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ അന്നത്തോടെ നമ്മുടെ അടുപ്പം കഴിഞ്ഞു എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. വേണു ആയുഷിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ചിരി കടിച്ചമർത്താൻ നോക്കുകയാണ് ആയുഷ്. വേണു ദേഷ്യത്തിൽ അവനെ ഒന്ന് നോക്കി. ശരി, അപ്പോൾ അല്ലിക്ക് ആരോടും പ്രണയമില്ല. അപ്പോൾ പിന്നെ ഈ കല്യാണത്തിന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം? ചീത്ത കാര്യങ്ങളൊന്നും അച്ഛൻ അല്ലിക്കായി കണ്ടെത്തില്ലല്ലോ. എന്നായാലും ഒരു കൂട്ട് വേണ്ടേ? അപ്പോൾ വേണുവേട്ടൻ എന്താ ഇതുവരെ ഒരു കൂട്ട് നോക്കാത്തത്? ആരെയും പറ്റാത്തത് കൊണ്ടാണോ? അത് ശരി, ഇപ്പോൾ വാദി പ്രതിയായോ? എനിക്ക് ഇപ്പോൾ കല്യാണം വേണ്ട. വേണുവേട്ടൻ ഇതൊന്ന് മുടക്കി തരാൻ പറ്റുമോ? അതറിയാനാ ഞാൻ വിളിച്ചത്. ആഹാ, കല്യാണം മുടക്കാനാണോ? അത് പറയണ്ടേ. കല്യാണം മുടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? ഒരു കാര്യം ചെയ്യ്, ഇപ്പോൾ വേണുവേട്ടൻ്റെ അല്ലിക്കുട്ടി ഉറങ്ങിക്കോ. ഞാൻ സ്വസ്ഥമായിട്ടിരുന്നൊന്ന് ആലോചിക്കട്ടെ. നാളെ രാവിലെ ഞാൻ വിളിക്കാം. ഫോൺ ഓഫ് ചെയ്ത് വേണു ആയുഷിനെ നോക്കി. അവിടെ ലാപ്പിൽ കാര്യമായ ടൈപ്പിങ്ങിലായിരുന്നു ആയുഷ്. മുഖത്ത് പതിവില്ലാത്ത ഒരു കള്ളച്ചിരിയും.